ആഭിചാരക്രിയയ്ക്കായി യുവതിയെ ഉപദ്രവിച്ച കേസിൽ ഭർത്താവും ഭർത്തൃപിതാവും അടക്കം 3 പേർ അറസ്റ്റിൽ. കോട്ടയം മണാർക്കാട് തിരുവഞ്ചൂർ സ്വദേശി അഖിൽദാസ്, അച്ഛൻ ദാസ്, ആഭിചാരക്രിയ നടത്തിയ പത്തനംതിട്ട പെരുന്തുരുത്തി സ്വദേശി ശിവദാസ് എന്നിവരാണ് അറസ്റ്റിലായത്. അഖിൽദാസിന്റെ ഭാര്യയുടെ ശരീരത്തിൽ ദുരാത്മാവ് കുടിയേറിയെന്നാരോപിച്ചായിരുന്നു ആഭിചാരക്രിയ. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, ഇലന്തൂരിൽ നടന്ന നരബലി ഉൾപ്പെടെയുള്ള വാർത്തകളൊക്കെ നിരന്തരം മലയാളികൾ കാണുന്നതാണ്. ഇത്തരം അനാചാരങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള പ്രചാരണവും നടക്കുന്നതാണ്. മാനസിക വിഭ്രാന്തി ഉണ്ടായെങ്കിൽ സ്വാഭാവികമായി അതിന് ആശുപത്രികളെ അടക്കം സമീപിക്കാവുന്നതാണ്. ഇതിപ്പോൾ എന്താണ് അവിടെ നടന്നത്? എന്തായിരുന്നു ഈ ആഭിചാരക്രിയയിലേക്ക് എത്തിച്ച പശ്ചാത്തലം? ഈ മാസം 2-ന് നടന്ന സംഭവങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെയാണ് ഇതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഈ അഖിലിന്റെ ഭാര്യയിൽ ബാധ കയറി എന്ന്, അതായത് സാധാരണ എല്ലാ സംഭവത്തിലും ഉണ്ടാകുന്നത് പോലെ ബാധ കയറലാണ് പലപ്പോഴും ഇങ്ങനെ ഒരു ആഭിചാര ക്രിയകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാറുള്ളത്. അങ്ങനെ ബാധ കയറി എന്ന സംശയത്തെ തുടർന്നാണ് ഒരാളെ വിളിപ്പിച്ചുകൊണ്ട് ഈ ബാധ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പണ്ടൊക്കെ സിനിമകളിലോ അല്ലെങ്കിൽ കഥകളിലോ ഒക്കെ കാണുന്ന അതേ രീതിയിൽ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ട് മർദ്ദിച്ചുകൊണ്ടൊക്കെ തലമുടി മുറിച്ചുകൊണ്ടുമൊക്കെ ഇത്തരത്തിൽ പീഡനം നടത്തുന്നത് എന്ന് തന്നെയാണ് എടുത്ത് പറയാനുള്ളത്. എന്തായാലും 3 പേർ, അഖിൽദാസിന്റെ പിതാവ് അടക്കം 3 പേർ അറസ്റ്റിലാണ്. ഇയാളുടെ പിതാവിന്റെ പേര് ദാസ് എന്നാണ്. പത്തനംതിട്ട പെരുന്തുരുത്തി സ്വദേശിയാണ് ശിവദാസ് ആണ് ഈ ക്രിയ നടത്തിയത്. ഈ 2-ാം തീയതി രാവിലെ ഏതാണ്ട് 11 മണി മുതൽ രാത്രി 9 മണി വരെ ഈ ആഭിചാര ക്രിയ തുടർന്നു. ഈ യുവതിയുടെ മാനസിക നില തെറ്റി എന്ന വിവരം, ഈ സംഭവങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ബന്ധുക്കളാണ് പോലീസിൽ വിവരം അറിയിക്കുകയും തുടർന്ന് അന്വേഷണം നടത്തുകയൊക്കെ ചെയ്തത്. ഈ ആഭിചാരക്രിയയുടെ ദൃശ്യങ്ങൾ സഹോദരി പകർത്തിയിരുന്നു, അഖിലിന്റെ സഹോദരി പകർത്തിയിരുന്നു. പക്ഷെ പോലീസ് അന്വേഷണം എത്തിയതോടെ ഇവരിത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് പോലീസാണ് ഇത് മൊബൈൽ ഫോണിൽ നിന്ന് വീണ്ടെടുക്കുന്ന നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിനെ തുടർന്നാണ് കൂടുതൽ തെളിവുകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഇന്നലെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അഖിലിന്റെ മാതാവ് പ്രതിയാണ്, പക്ഷെ അവർ ഇപ്പോഴും ഒളിവിലാണ് ഉള്ളത്. എന്തായാലും ഇവർ നവവധുവാണ്, ഒരുപാട് കാലമായിട്ടില്ല വിവാഹം കഴിച്ചിട്ട്. എന്തായാലും അതിക്രൂരമായൊരു പീഡനം തന്നെയാണ് കൃത്യമായി നടന്നത്. ഏറ്റവും ഒടുവിൽ ഇവരെ കൊണ്ട് മദ്യം കുടിപ്പിക്കുന്ന നിലയിലേക്ക് പോലും, അത് എന്തുതരം ക്രിയയുടെ ഭാഗമാണ് എന്ന് വ്യക്തമല്ല. എന്തായാലും അതിക്രൂരമായ പീഡനം ഒരു യുവതി നേരിടുന്ന കാഴ്ചയാണ് ഇവിടെ ഉണ്ടായത് എന്നുള്ളതാണ്. എന്തായാലും ഇവരെ 3 പേരെയും അറസ്റ്റ് ചെയ്ത 3 പേരെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ മദ്യം കുടിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് ബീഡി വലിപ്പിക്കുക, അതേപോലെ ഭസ്മം കഴിപ്പിക്കുക, ഇങ്ങനെ പല തരത്തിലുള്ള, ഒരുപക്ഷെ ഈ ചെയ്യുന്നവരുടെ മാനസിക നില പോലും പരിശോധിക്കേണ്ട തരത്തിലേക്കുള്ള ക്രൂരതകളാണ് ഫലത്തിൽ ഈ യുവതിയോട് ചെയ്തത് എന്നുള്ളതാണ് എടുത്ത് പറയാൻ സാധിക്കുന്നത്. പെരുന്തുരുത്തി സ്വദേശി ശിവൻ ഉൾപ്പെടെയുള്ളവർ, ശിവനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ശിവൻ ഈ തിരുവല്ല അടുത്താണ് സ്ഥലം. അവിടെ എത്തിയപ്പോൾ ഈ മൊബൈലെല്ലാം ഓഫ് ചെയ്ത് വീട്ടിൽ നിന്ന് പുറത്തായിരുന്നു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ പിന്നീട് ടൗണിന്റെ ഒരു ഭാഗത്ത് നിന്ന് തന്നെ പിടികൂടുന്ന നിലയും ഒക്കെ ഉണ്ടായത്. എന്തായാലും നിലവിൽ ഈ 3 പേര് അറസ്റ്റിലാണ്. 4ാമത്തെ പ്രതി ഈ അഖിൽദാസിന്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് നടത്തി വരികയാണ്. ഇതിപ്പോൾ ഈ ശ്രീജിത്ത്, ഈ ശിവദാസ് ആണല്ലോ അല്ലെ ഈ ആഭിചാരക്രിയ ചെയ്യുന്ന ആൾ. ഇയാളുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഇയാളിങ്ങനെ നേരത്തെയും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. പരസ്യമായി ഇത് ചെയ്യുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രഹസ്യമായിട്ടെങ്കിലും ഈ ആഭിചാരക്രിയ ചെയ്യുന്ന ഒരാൾ എന്ന ലേബലുള്ള ആളാണോ ഈ ശിവദാസ്? തീർച്ചയായും അഭിലാഷ്, അങ്ങനെയാണ് ഇയാളെ ഇതിലേക്ക് എത്തിച്ചതെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പോലീസിന്റെ അന്വേഷണത്തിലും ഇക്കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ ഈ ഇത്തരം ക്രിയകൾക്കെതിരായ
പലതരത്തിലുള്ള പ്രചരണവും നിയമങ്ങളും ഒക്കെ കൊണ്ടുവരുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷെ അപ്പോഴും ഇതിങ്ങനെ രഹസ്യമായി നടക്കുന്നു എന്നുള്ളതിന്റെ വളരെ കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ശിവദാസന് അപ്പൊ ഈ ഒരു വീട്ടിൽ ആദ്യമായി ചെയ്യുന്നതെന്ന് നമുക്ക് കരുതാൻ വയ്യ. ഇത്തരം സംഭവങ്ങളിൽ ഒരു ഭാഗമായി, ഇത്തരം ആഭിചാര ക്രിയകളുടെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഇയാൾക്കെതിരെ ഒരുപക്ഷെ കൂടുതൽ പരാതികൾ ഉയർന്നു വരാനുള്ള സാധ്യതയും ഇപ്പോൾ എന്തായാലും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ കൃത്യമായ തെളിവുകൾ അടക്കം വെച്ചുകൊണ്ടാണ് പോലീസ് കേസ് എടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ഇതോടെ പ്രതികളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഈ അഖിൽദാസിന്റെ മാതാവിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയും. ശ്രീജിത്ത്, ഇതിൽ ഈ പെൺകുട്ടിക്ക് ഈ ആഭിചാര പ്രക്രിയക്കിടെ ബോധം നഷ്ടപ്പെട്ടു എന്ന തരത്തിൽ വാർത്ത വരുന്നുണ്ട്. ഒപ്പം ഈ പെൺകുട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഇത് ഈ ആഭിചാരക്രിയ നടക്കുന്നു എന്നതുകൊണ്ട് ബോധപൂർവമായി നടത്തുന്നതാകാം, അതല്ല ഈ പെൺകുട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അവരെ ആശുപത്രിയിൽ കാണിക്കുകയോ അങ്ങനെ ചികിത്സിച്ചിട്ട് ഭേദമാകാത്ത സാഹചര്യം ഉണ്ടാവുകയോ അത്തരം എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ പറ്റുന്നുണ്ടോ? അഭിലാഷ്, അത്തരം വിവരങ്ങൾ എന്തായാലും ലഭ്യമല്ല. ഏതെങ്കിലും തരത്തിൽ ആശുപത്രിയിൽ കാണിച്ചതിനെ കുറിച്ചുള്ള പ്രതികരണങ്ങളൊക്കെ ഇനിയും ഉയർന്നു വരേണ്ടതുണ്ട്. ഇനി എന്ത് തന്നെയാണെങ്കിലും ഇതിൽ പ്രധാനപ്പെട്ട ക്രിമിനൽ സംഭവമായി ഉയർന്നു വരുന്നത് ഇവർ നടത്തിയ ഈ സംഭവങ്ങൾ തന്നെയാണ്. ആ നിലയിലാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ഇനി മാനസികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ സ്വാഭാവികമായും അത് ആശുപത്രികളിലാണ് ചികിത്സകൾ തേടുകയും നടപടികൾ എടുക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ നിലയിൽ ചെയ്തു എന്നുള്ളതാണ് ഇതിലെ ഒരു കുറ്റകൃത്യമായി നമുക്ക് കൃത്യമായി എടുത്ത് കാണാൻ സാധിക്കുന്നത്. പെൺകുട്ടിയുടെ കുടുംബമോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് സംബന്ധിച്ചുള്ള അത്തരം ആരോപണങ്ങളൊന്നും പുറത്ത് വിട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ഈ കേസിൽ അന്വേഷണം തുടരുകയാണ്. അഭിലാഷ്, ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് അധിക നാളായിട്ടില്ല എന്നാണ് ശ്രീജിത്ത് പറയുന്നതനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആഭിചാരക്രിയയ്ക്കായി യുവതിയെ ഉപദ്രവിച്ച കേസിലാണ് ഇപ്പോൾ ഭർത്താവും ഭർത്തൃപിതാവും അടക്കം 3 പേർ അറസ്റ്റിലായിട്ടുള്ളത്. കോട്ടയം മണർക്കാട് തിരുവഞ്ചൂർ സ്വദേശി അഖിൽദാസിന്റെ അച്ഛൻ ദാസ്, ആഭിചാരക്രിയ നടത്തിയ പത്തനംതിട്ട പെരുന്തുരുത്തി സ്വദേശി ശിവദാസ് എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത്.